ഹേ എവരിവൺ, സോ വെൽക്കം ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് വേറൊരു ട്രാവൽ വ്ളോഗായിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. വേറെ എവിടേക്കുമല്ല, പളനിയിലാണ് ഞങ്ങൾ പോണത്. ജാനിക്ക് ഇപ്പോൾ 1 വയസ്സ് കഴിയുമ്പോൾ മുട്ടയടിക്കണം എന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ 1.5 വയസ്സായി. പോകാനിങ്ങനെ നീട്ടി വെച്ച് ഇന്നാണ് ആ ദിവസം വന്നേക്കണത്. അപ്പോൾ ഇവിടുന്ന് അച്ഛനും അമ്മയും ഞാനും അർജുൻ ജാനി എല്ലാവരും റെഡിയായി ഓൾമോസ്റ്റ്. ഇപ്പോൾ ടൈം ഒരു 6 മണി ആവാറായിട്ടുണ്ട്. ഉച്ചയ്ക്ക് ആകുമ്പോഴത്തേക്കും പഴനി എത്തും എന്നാണ് വിചാരിക്കണേ. അപ്പോൾ വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അങ്ങനെ നമ്മൾ ഒരുപാട് നാളായിട്ട് നീട്ടിപ്പോയി നമ്മുടെ ഒരു യാത്ര ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഒരു വഴിപാടായിട്ടൊന്നുമല്ല, 1 വയസ്സ് കഴിയുമ്പോൾ ജാനിയുടെ മുടി കളയണം എന്ന് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അർജുൻ ഇങ്ങനെ സജസ്റ്റ് ചെയ്തു, എന്നാൽ പിന്നെ ഒരു റോഡ് ട്രിപ്പായിട്ട് പഴനിക്ക് പോകാമെന്ന്. അതപ്പോൾ സമയവും കാലമൊക്കെ ആയി വന്നപ്പോൾ ഇന്നത്തെ ദിവസമായി. അങ്ങനെ ഞങ്ങൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ കോഴിക്കോട് നവമി റെസ്റ്റോറൻറ്റിൽ കയറി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് യാത്ര അങ്ങ് കണ്ടിന്യൂ ചെയ്യാമെന്ന് കരുതി. ഇവിടെ അർജു ബാങ്കിൽ നിന്ന് എപ്പോഴും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വരുന്ന സ്ഥലമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. പറഞ്ഞില്ല, നല്ല കപ്പ. ജാനി അച്ചാച്ചൻ്റെ കൂടെ ദോശയൊക്കെ കഴിച്ചു. ഞങ്ങളും എല്ലാവരും നല്ല രീതിയിൽ ഫുഡെല്ലാം കഴിച്ചു. നല്ല കല്ലുമ്മക്കായ് ഫ്രൈ ആണ് അവിടുത്തെ, പറയാതിരിക്കാൻ വയ്യ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കുറച്ച് സ്വീറ്റ്സൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ യാത്ര സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തുടങ്ങുകയാണ് വീണ്ടും. നവമിയിലെ ഫുഡ് എങ്ങനെയാണ്? നല്ലതാ. നമ്മൾ കോഴിക്കോട് നിന്ന് നേരെ പാലക്കാട് ചെറുപ്പളശ്ശേരി വഴി പൊള്ളാച്ചി പഴനി അങ്ങനത്തെ റൂട്ടാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. പൊള്ളാച്ചി എത്തി തുടങ്ങിയപ്പോഴേക്കും നമ്മളിങ്ങനെ ഒരുപാട് വിൻഡ്മില്ലെല്ലാം കാണാൻ തുടങ്ങി. ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതല്ലാതെ പിന്നെ എവിടെയും സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഒറ്റ സ്ട്രെച്ചിലങ്ങ് പോരുമായിരുന്നു. അപ്പോൾ പൊള്ളാച്ചി എത്തിക്കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാമെന്ന് കരുതി. അപ്പോൾ ഞങ്ങൾ കഴിക്കുന്നതിന് മുന്നേ ജാനീനെ ഒന്ന് ഫുഡൊക്കെ കൊടുത്ത് സെറ്റാക്കാമെന്ന് കരുതിയിട്ട് ഞങ്ങൾ സൈഡാക്കി ഒന്ന് വണ്ടി നിർത്തിയിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ വന്ന് പൊള്ളാച്ചി എത്തിയിട്ടുണ്ട്. ഒന്ന് ജാനിക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാ. ഒരു കോലായി ട്രാവൽ ചെയ്തിട്ട്. എന്തായാലും ഒരുപാട് നേരമായിട്ട് വണ്ടിയിലിരിക്കുകയല്ലേ, എന്നാൽ കുറച്ച് നേരം നമുക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങി ഒന്ന് നടക്കാമെന്ന് കരുതിയിട്ട് അച്ഛനും ഞാനും ഒന്ന് പയ്യെ പുറത്തേക്കൊക്കെ ഇറങ്ങി. അർജുൻ അമ്മയും വണ്ടിയിൽ തന്നെ ഇരുന്നു, കാരണം കത്തണ വെയിലായിരുന്നു. അവർ പറഞ്ഞു ഇനി വെയിൽ കൊണ്ട് കഴിഞ്ഞ് ഇനി തലവേദനയൊക്കെ ട്രിഗറാവും, എന്തിനാ വെറുതെ എന്ന് എഴുതിയിട്ട് അവർ വണ്ടിയിൽ തന്നെ ആയിരുന്നു. അച്ഛനും ഞാനും ജസ്റ്റ് ഒന്ന് പുറത്തൊക്കെ ഇറങ്ങി കുറച്ച് ഫോട്ടോസ് എല്ലാം എടുത്തു. ഞങ്ങളങ്ങനെ ഒന്ന് പുറത്തിറങ്ങി നടന്നൊക്കെ വരുമ്പോഴത്തേക്കും അർജു ജാനിക്ക് ഫുഡ് കൊടുക്കാൻ തുടങ്ങി. അർജുനും അച്ഛനും ഇത്ര നേരം മാറി ഓടിച്ചാണ് ഇവിടെ വരെ എത്തിയത്. അപ്പോൾ പൊള്ളാച്ചി ഹൈവേ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു ഇനി കുറച്ച് നേരം ഞാൻ ഓടിക്കാമെന്ന്. സ്പീഡ് പേടിയാണ്. എൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാണ് ഞാൻ ഇപ്പോൾ കാർ എടുക്കുന്നത്. ഇതിന് മുന്നേ ഒന്ന് ഡെയിലി ഓടിച്ച് പ്രാക്ടീസായി വന്നതായിരുന്നു. പക്ഷേ ക്യാരിങ് ഒക്കെ ആയിട്ട് വീണ്ടും അത് സ്റ്റോപ്പായിപ്പോയി. എഗെയിൻ എനിക്കിന്ന് റീസ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ ഇത് നല്ലൊരു തുടക്കമാവട്ടെ എന്നാണ് അച്ഛനും അമ്മയും അർജുനും ഒക്കെ പറയുന്നത്. അങ്ങനെ വീണ്ടും അർജുന് ഡ്രൈവർ സീറ്റ് ഞാൻ കൈമാറിയിട്ടുണ്ട്. ഞങ്ങളങ്ങനെ പഴനി ഏകദേശം അടുക്കാറായിട്ടുണ്ട്. പക്ഷേ അതിന് മുന്നേ ഒരുപാട് ഇളനീരിൻ്റെ ഷോപ്പ് ഇങ്ങനെ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ ചെറിയൊരു കട കണ്ടപ്പോൾ എന്നാൽ പിന്നെ വേഗം ഒരു ഇളനീര് കുടിച്ചിട്ടാവാൻ ബാക്കിയെന്ന് കരുതി ഞങ്ങൾ പയ്യെ വണ്ടി ഒന്ന് നിർത്തി എല്ലാവരും ഇളനീര് കുടിക്കാൻ കയറി. പക്ഷെ ഉള്ളത് പറയണമല്ലോ, മഹാബോറായിരുന്നു. കാരണം ഈ വെയിൽ കൊണ്ട് വാടിയിട്ടുള്ള വാട്ടവെള്ളത്തിൻ്റെ സ്വാദില്ലേ, അതുപോലെയായിരുന്നു. പക്ഷെ അച്ഛനും അർജുനും ജാനിക്കൊക്കെ നല്ലത് കിട്ടിയതാണ്. ഞങ്ങൾക്ക് പിന്നെ രണ്ടാമത് അയാൾ വേറെ നല്ലത് തരുകയും ചെയ്തു. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അടുത്തൊരു ഹോട്ടൽ കണ്ടപ്പോൾ പയ്യെ അവിടെ വണ്ടി നിർത്തി. ഞാൻ കർഡ് റൈസും അർജുനും അമ്മയും വെജ് ബിരിയാണിയും അച്ഛൻ ചപ്പാത്തി ഓർഡർ ചെയ്തു. ആക്ച്വലി ഫുഡ് വന്നപ്പോൾ ഞങ്ങൾ ശരിക്കും ഞെട്ടി, കാരണം ഭയങ്കര കുറവ് ക്വാണ്ടിറ്റി ആയിരുന്നു. പക്ഷേ കരിക്ക് കുടിച്ചതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. ആ കിട്ടിയത് കൊണ്ട് ഞങ്ങൾക്ക് വയറ് നിറഞ്ഞു. അത്യാവശ്യം ജാനിയും കുറച്ച് ഞങ്ങളുടെ ഫുഡിൽ നിന്ന് കഴിച്ചു. അങ്ങനെ ഫുഡ് കഴിച്ച് പുറത്തേക്ക് ഇറങ്ങി ഞങ്ങൾ വേഗം തന്നെ പഴനി അമ്പലത്തിൻ്റെ താഴത്തെത്തുന്ന രീതിയിൽ ഞങ്ങൾക്ക് പഴനി മല കാണാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു.
അമ്പലത്തിൻ്റെ തൊട്ടടുത്തുള്ള ഹോട്ടലിലാണ് ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ആ ഹോട്ടലിൻ്റെ ആ റോഡിലേക്ക് കടക്കുമ്പോൾ തന്നെ എന്തോ ഒരു എൻട്രി ഫീ എന്ന് പറഞ്ഞിട്ട് ഒരു ചേട്ടൻ നമ്മുടെ അടുത്ത് നിന്ന് ഒരു പൈസയൊക്കെ വാങ്ങി. അത് 24 hours വാലിഡാന്നൊക്കെ പറഞ്ഞു. എന്താ സംഭവം എന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഒരുപാട് തട്ടിപ്പ് നടക്കുന്നൊരു സ്ഥലമാണ് പഴനി. അത് ഞാൻ ഇനി അങ്ങോട്ട് പോകെ പറയാം. അപ്പോൾ ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ഹോട്ടൽ ശുഭം ആണ്. റൂം ചെക്ക് ഇൻ ചെയ്തിട്ട് ജാനിയുടെ മുട്ടയടിച്ച് തിരിച്ച് റൂമിൽ വന്നിട്ട് അമ്പലത്തിൽ തൊഴാനായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. ഇതാണ് ഞങ്ങളുടെ റൂം. ഇതിപ്പോൾ ഒരു 2500 ഉള്ള റൂമാണ്. ഒരു ടി വി ഉണ്ട്, പിന്നെ ഡബിൾ ബെഡ്. ഇവിടെ നമുക്ക് ലോക്കർ പോലെ, ലോക്കറല്ല അലമാരി, അത് ലോക്കറൊന്നും അറിയില്ല. ഒരു ബാത്റൂം. എന്താ തുറക്കാത്തെ? ഓക്കെ, സോറി. ഒരു ബാത്റൂം, മിററുണ്ട്. ആൻഡ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും ഞാൻ ബുക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചത് ഒരു കാര്യം, ഈ ബാൽക്കണി തുറന്ന് നമുക്ക് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കുള്ള വ്യൂ പഴനി മുരുകനാണ്. സോ ഇതാണ് നമ്മുടെ റൂം ടൂറ്. അത്യാവശ്യം മോശമില്ലാത്ത റൂമാണ്. നമ്മൾ ഇന്ന് നൈറ്റ് ഇവിടെ സ്റ്റേ ചെയ്തിട്ട് അപ്ഡേറ്റ്സ് ഒക്കെ പറയാം എങ്ങനെയുണ്ടെന്നുള്ളത്. നമ്മുടെ റൂമിൽ നിന്ന് ഇതേപോലെ തന്നെ നമ്മൾ 113, അച്ഛനും അമ്മയും 114. ഇവിടെ ഇപ്പോൾ ജാനിയും അർജു എല്ലാവരും. നമ്മുടെ ഹോട്ടലിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് അമ്പലത്തിൻ്റെ വകയുള്ള മുട്ടയടിക്കുന്ന സ്ഥലം. അപ്പോൾ ഞങ്ങൾ എല്ലാവരും അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. പോയി ചേരുകയില്ല. ചില ആളുകൾ സ്ത്രീകൾക്ക് സൗജന്യമായി മുടി മുട്ടയടിച്ച് തരാമെന്ന് പറയുകയാണെങ്കിൽ അവരെ വിശ്വസിച്ച് ഇപ്പൊ പറഞ്ഞ അറിയിപ്പ് പോലെ പല രീതിയിലുള്ള തട്ടിപ്പുകൾ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പൊ ഈ നമ്മളീ വന്നിരിക്കുന്ന സ്ഥലം പോലെ തന്നെ വേറെയും ബിൽഡിംഗ് ഉണ്ട്, അമ്പലത്തിന്റെ തന്നെ മുടി മുണ്ടനം ചെയ്യുന്ന സ്ഥലമാണ്. അവിടെ നമ്മൾ വേറൊരു പൈസ അടയ്ക്കുകയോ ഒന്നും വേണ്ട. ആകെ മുട്ടയടിക്കുന്ന ആളുടെ ഫോട്ടോ അവർ സ്കാൻ ചെയ്യും. പിന്നെ ആ സ്കാൻ ചെയ്തൊരു കോപ്പി നമ്മുടെ കയ്യിൽ തരും. ആ റെസിപ്റ്റ് നമ്മൾ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ അവർ നമുക്ക് ഫ്രീ ആയിട്ട് മുടി കളഞ്ഞു തരും. അത് കഴിയുമ്പോൾ നമുക്ക് ഒരു ദക്ഷിണ കൊടുക്കാൻ അവർക്ക്. അതുമാത്രമേ ഉള്ളൂ. ഇവിടെ വേറെ ചിലവായിട്ടൊന്നും നമുക്ക് വരുന്നില്ല. ജാനിയുടെ മുട്ടയടിക്കുമ്പോൾ എനിക്കും അവിടെ ചെറുതായിട്ടൊന്ന് മുടി വെട്ടണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. കാരണം അവളെ മാത്രം സങ്കടപ്പെടുത്തണ്ടല്ലോ. അതുകൊണ്ട് ഞാനും അമ്മയും ഞങ്ങളുടെ ഫോട്ടോയും സ്കാൻ ചെയ്ത് റെസിപ്റ്റ് കയ്യിൽ മേടിച്ചു. അവിടെ അകത്ത് ചെന്നിട്ട് എന്താ അവസ്ഥ എന്ന് നോക്കിയിട്ട് നമുക്കും ചെയ്യാം എന്നുള്ളതുകൊണ്ട് ഞങ്ങളവിടെ ചെല്ലുമ്പോൾ മുതൽ ഈ നീല ഷർട്ടിട്ട ആൾ ഞങ്ങളുടെ കൂടെ തന്നെയുണ്ട്. നിങ്ങളിത് കഴിയുമ്പോൾ ഞങ്ങളുടെ കൂടെ വന്നാൽ മതി, കളഭം തരാം. ഇതൊക്കെ ആക്ച്വലി ഓരോ തട്ടിപ്പായിട്ട് ഇറങ്ങുന്ന ആൾക്കാരാണ്. ഒരു കുറ്റായിട്ട് പറയുന്നതല്ല, പക്ഷെ നമ്മൾ സൂക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോകുന്നത് നമ്മൾ അറിയില്ല. കാരണം അതുപോലെ ഓരോ ചിലവ് അവരെ നമ്മളെ കൊണ്ട് ചെയ്യിക്കും. അകത്ത് ചെന്നപ്പോൾ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. ഇനി അങ്ങോട്ടേക്കുള്ള വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം ഞങ്ങൾക്ക് അത്ര സങ്കടമായിപ്പോയി. ജാനി ഭയങ്കര കരച്ചിലായിട്ട്. ജാനിയുടെ കരച്ചിൽ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും വീട്ടിൽ നിന്നേ ഇങ്ങനെ പറഞ്ഞു വന്നിരുന്ന ഒരാൾ തീരെ സഹിക്കാൻ വയ്യാതെ അവളുടെ വിഷമം കണ്ടു കഴിഞ്ഞപ്പോൾ ഞാനും മുട്ടയടിക്കാൻ പോവാന്ന് പറഞ്ഞിട്ട് ഇതാ അർജുൻ കൂടി ഇരിക്കുകയാണ്. ജാനിക്ക് ഭയങ്കര പേടിയായിപ്പോയി. ആദ്യമൊക്കെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊണ്ടുവന്നെങ്കിലും അവിടെ ചെന്ന് മുടി കളഞ്ഞപ്പോൾ ആൾക്ക് ഭയങ്കര വിഷമമായി, കരച്ചിലായിപ്പോയി വല്ലാതെ. അവൾക്കൊരു വിഷമം വേണ്ടാന്ന് കരുതിയിട്ടാണ് അമ്മയും ഞാനും അർജുൻ എല്ലാം മുടി കളഞ്ഞത്. പക്ഷെ അതൊക്കെ കാണുമ്പോൾ അവൾക്ക് പിന്നെ സങ്കടം കൂടുകയുണ്ടായിരുന്നു. പഴനിക്ക് വരുന്ന തീരുമാനിച്ചപ്പോൾ മുതൽ അർജുൻ എന്നോട് ഞാനും മുട്ടയടിക്കട്ടെ അല്ലെങ്കിൽ വേണ്ട, അങ്ങനെ മൊത്തത്തിൽ സംശയത്തിലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ മുട്ട അടിക്കില്ല എന്ന് തന്നെ വിചാരിച്ചു. കാരണം എൻ്റെ ഇടയ്ക്കിടയ്ക്ക് വന്ന് പറയുന്നുണ്ടായിരുന്നു ഞാൻ മുട്ട അടിക്കട്ടെ, വേണോ വേണ്ടയോ എന്നുള്ളത്. അവസാനം അർജുലെ ഫാദറിൻ്റെ ഇമോഷൻ വല്ലാതെ അങ്ങ് ട്രിഗറായിപ്പോയി ജാനിയുടെ കരച്ചിൽ കണ്ടപ്പോൾ. അതുകൊണ്ട് വേറെ ഒന്നും ചിന്തിച്ചില്ല അർജു. പക്ഷെ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു അർജു മുട്ട അടിക്കും എന്നുള്ളത്. ഇനിയിപ്പോൾ മുട്ട അടിച്ചിട്ട് ജാനിയുടെ റിയാക്ഷൻ എന്താണെന്ന് നോക്കാം. ഇതുവരെ അച്ഛനെ ഇങ്ങനെ കാണാത്ത ജാനിക്ക് അത് അടുത്തൊരു ഷോക്കായി മാറുകയുണ്ടായ. അതിനുശേഷം കുറേ നേരം അർജുൻ്റെ അടുത്തേക്ക് പോവുകയില്ലായിരുന്നു അവള്. ജാനി നോക്കണോ കുറച്ച് ഇവിടെ സൂക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ നല്ല പറ്റിക്കലുണ്ട്. ഒന്നുകൂടെ പറ. ഒന്നും പറയാനില്ല. ഇല്ല പറ. ഇപ്പൊ എന്തിനാ മുട്ട അടിച്ചെന്ന് പറ.
പഴനിയിൽ വന്നുണ്ട്. അല്ല, ജാനി കരഞ്ഞോണ്ടാന്ന് പറ. ജാനി കരഞ്ഞോണ്ട് അതൊക്കെയാണ്. അവള് കുറച്ച് നാൾ കഴിഞ്ഞ് വീഡിയോ കാണും, അപ്പൊ അറിയണം അവക്ക്, അതുകൊണ്ടാ പറഞ്ഞേ. അവക്കെല്ലെങ്കിലും അറിയാം, ഞാൻ പറഞ്ഞിട്ട് അറിയാം. ജാനിനെ പിടിച്ചു വെച്ച് മുട്ടയടിച്ച് അവളുടെ കരച്ചിൽ കണ്ടപ്പോഴത്തേക്ക് അവളുടെ ഒരു ഒറ്റ കരച്ചിൽ ഞങ്ങളെല്ലാം മൂഡ് ഔട്ടായി പോയി. അപ്പോൾ അവളുടെ മൂഡൊന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വേഗം തന്നെ ഒരു കളിപ്പാട്ടം വാങ്ങിക്കാൻ ഒരു കടയിൽ കയറി. അവിടെ പുറത്തൊരു ഫാമിലിയുടെ കൂടെ ഈ ഒരു വാവ ഉണ്ടായിരുന്നു. എന്തൊരു ക്യൂട്ടാന്നറിയോ അവളുടെ ചിരി കാണാൻ വേണ്ടിയിട്ട്. അച്ഛൻ എന്തൊക്കെയോ ഇങ്ങനെ ഓരോന്ന് കാണിക്കുമ്പോഴത്തേക്കും അവള് ഭയങ്കര ചിരിയുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ മുട്ടയൊക്കെ അടിച്ചിട്ട് നേരെ റൂമിലേക്ക് വന്നു. ഇനി ഒന്ന് ഫ്രഷ് ആയിട്ട് വേണം അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ റൂമിലെത്തി ഞാൻ ഫ്രഷായി. അച്ഛനും മോളും നല്ല ഉറക്കായിരുന്നു. അവിടെ കുഞ്ഞിന്റെ തലയിൽ എത്തടാ, അത് പച്ച തേച്ചിട്ട് വരും. ഇവിടെ നോക്ക്, ഫോണില് നോക്ക്, ഇതാരാണിത്? അമ്മയുടെ ചുണ്ടിന്റെ മുടി, ചുണ്ടിയുടെ മുടിയായിട്ട് വരൂ കേട്ടോ. നമുക്കൊരു ഉമ്മ വരും. ഞങ്ങൾ അങ്ങനെ പഴനി മുട്ടയായി. ഈ മുട്ട എനിക്ക് സർപ്രൈസ് ആയിരുന്നു എന്ന് വെച്ചാൽ സർപ്രൈസ് അല്ല, പക്ഷെ എനിക്ക് അറിയായിരുന്നു താൻ ചെയ്യൂന്ന്. എനിക്ക് ഉറപ്പുണ്ടായിരുന്നു അവള് കാര്യം ഞാൻ ചെയ്യൂന്ന്. പോവാ. ഞങ്ങളങ്ങനെ ദർശനമെല്ലാം കഴിഞ്ഞ് രാത്രി 11 o'clock ആയി താഴെ എത്തിയപ്പോൾ അത് കഴിഞ്ഞ് വേഗം ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് അടുത്ത് തന്നെയുള്ളൊരു ഹോട്ടലിൽ പോയി. പിന്നെ ജസ്റ്റ് ഒന്ന് പഴനി ടൗണിൽ കൂടെ നടക്കാമെന്ന് കരുതിയിട്ട് ഇങ്ങനെ പോവാണ് ഓരോരോ സ്ഥലത്തൂടെ. അച്ഛനും അമ്മയ്ക്കൊക്കെ ഒരു ചായ കുടിക്കണം എന്ന് പറഞ്ഞ് ഞങ്ങളൊരു ചായക്കട കണ്ടപ്പോൾ അങ്ങടേക്ക് പോവാണ്. അങ്ങനെ രാത്രിത്തെ ഫുഡ് കഴിച്ചു എന്ന് വരുത്തി തിരിച്ച് റൂമിൽ പോവാണ്. അത് പഴനി മെയിൻ നടയിലേക്ക് കയറുന്ന മെയിൻ എൻട്രൻസ് ആണ്. നമ്മുടെ റൂം വരുന്നത് തൊട്ടടുത്ത് തന്നെ ഹോട്ടൽ ശുഭം. നല്ല റെസ്റ്റോറൻ്റ്, ഐ മീൻ ഹോട്ടലാണ്. എനിക്ക് ഇതുവരെ ഉള്ളതിൽ നല്ല അഭിപ്രായമാണ്. ബാക്കി നല്ല അഭിപ്രായമൊക്കെ ഞാൻ നാളെ പറയാം. ഇത്രയാണ്. ഇത് പാർക്ക് വേണേലും വരുമ്പോൾ ഒന്ന് നോക്കാവുന്ന ഒന്നാണ്. തൊട്ടടുത്താണ് ഈ ഹോട്ടൽ ശുഭം, പഴനി എൻട്രൻസും. യെസ്, അപ്പോൾ ഇന്നലെ കാര്യമായിട്ട് ഇവിടെ എത്തിയതിന് ശേഷം വീഡിയോ എടുക്കാനായിട്ടൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. ഇന്നലെ ഞങ്ങളിവിടെ ഒരു ഉച്ചയ്ക്ക് ചെക്ക് ഇൻ ചെയ്ത് പോയി ഇവളുടെ മുട്ടയൊക്കെ അടിച്ച് റൂമിൽ വന്ന് ഞങ്ങൾ കുളിച്ച് 6 മണി വരെയാണ് റോപ്പ് വേക്കുള്ള എൻട്രൻസ് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങളൊരു 5:30 കഴിഞ്ഞപ്പോഴത്തേക്കും റോപ്പ് കാറിന് പോകാൻ വേണ്ടിയിട്ട് പോയി ക്യൂ നിന്നു. ഇവിടെ നമുക്ക് നമ്മുടെ ഹോട്ടലിൽ നിന്ന് നമ്മുടെ എങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട്, ഹോട്ടലിൽ നിന്നല്ല പഴനി ഇവിടുത്തെ തന്നെ ഫ്രീ ആയിട്ട് ഇലക്ട്രിക് കാർസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എവിടെ ഏത് പോയിന്റിൽ നിന്നാലും ഈ കാർസ് വരും, നമുക്ക് എവിടെ പോകുന്നു അവിടെ നമുക്ക് അവിടെ ഡ്രോപ്പ് ചെയ്ത് തരും. അപ്പോൾ ഞങ്ങളവിടെ റോപ്പ് കാറിൻ്റെ അവിടെ പോയി എല്ലാവരും ഇറങ്ങി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു 2 hours ഒക്കെ എടുക്കും, അതിലും ബെറ്റർ നിങ്ങൾക്ക് സ്റ്റെപ്സ് കയറി പോകുന്നതായിരിക്കും നല്ലത് എന്ന് പറഞ്ഞു. പക്ഷെ സ്റ്റെപ്സ് കയറാൻ നിൽക്കാനായിട്ടുള്ളത് കാരണം ഇപ്പം അമ്മയ്ക്കും ഒക്കെ ചിലപ്പോൾ ബുദ്ധിമുട്ടായി പോയാലോ എന്ന് കരുതിയിട്ട് ഞങ്ങളൊന്നും വേണ്ട, നോക്കുമ്പോൾ വലിയ തിരക്കുമില്ല റോപ്പിന്, അവിടെ തന്നെ നിൽക്കാമെന്ന് കരുതിയിട്ട് ഞങ്ങൾ റോപ്പിന് ക്യൂ നിന്നു. ഒരു 5:30 കഴിഞ്ഞ് ക്യൂ നിന്ന ഞങ്ങൾ റോപ്പിൻ്റെ അവിടെ എത്തുന്നത് 7:45, 8. അവർ പറഞ്ഞ പോലെ തന്നെ അതും ഞങ്ങളുടെ അടുത്ത് കാറിൻ്റെ ആൾ പറഞ്ഞ് ഞങ്ങൾ എന്തായാലും ഒരു 2 hours മാക്സിമം നിൽക്കേണ്ടി വരും. പക്ഷെ അപ്പം ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കുമ്പോഴത്തേക്കും വേറൊരു മലയാളീസ് പറഞ്ഞു വലിയ തിരക്കൊന്നുമില്ല, അത്ര നേരമൊന്നും ആവില്ല, വേഗം നിങ്ങൾക്ക് കയറാൻ പറ്റും എന്ന് പറഞ്ഞു. മേ ബി അവർ കയറിയ സമയത്തിൻ്റെ ആയിരിക്കാം. അല്ലാതെ ഞാൻ നോക്കുമ്പോഴാണെങ്കിലും റോപ്പ് കയറണം എന്നുണ്ടെങ്കിൽ നല്ല ക്യൂ ഉണ്ടാവും എന്നുള്ളത് ഞാൻ കണ്ടിട്ടുണ്ട്. 5 to 6 hours വരെ ക്യൂ നിൽക്കുന്നതെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം എന്തായാലും സ്റ്റെപ്സ് കയറുന്ന ഒരു ബുദ്ധിമുട്ട് അവിടെ ഉണ്ടാവില്ലല്ലോ, നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്താൽ മതിയല്ലോ എന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ റോപ്പിന് ക്യൂ നിന്നത്. പക്ഷെ അതൊരു നല്ല ഡിസിഷൻ തന്നെയായിരുന്നു. കാരണം 2 hours ഞങ്ങൾ ക്യൂ നിന്നെങ്കിലും ഒരു 10 minutes താഴെ നമുക്ക് എടുക്കുള്ളൂ റോപ്പിൽ നിന്ന് മുകളിലെത്താൻ വേണ്ടിയിട്ട്. പക്ഷെ അതൊരു നല്ല എക്സ്പീരിയൻസുമാണ്. കാരണം അതൊരു ഒരു എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. രാത്രി ആകുമ്പോൾ പഴനിയുടെ ഫുൾ വ്യൂ ഞങ്ങൾ ഫുൾ ലൈറ്റിങ്ങിൽ നമ്മൾ ആ റോപ്പിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കാണാനായിട്ട് ഭയങ്കര അടിപൊളിയായിരുന്നു. ദെൻ ഞങ്ങളൊരു 8 മണി കഴിയുമ്പോഴത്തേക്കും അമ്പലത്തിലെത്തി.
7 to 8 ആണ് തങ്കരഥം പഴനിയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കാര്യം. പക്ഷേ അത് ഞങ്ങൾക്ക് മിസ്സായിപ്പോയി, കാരണം ഞങ്ങളവിടെ എത്തിയപ്പോൾ 8 മണി കഴിഞ്ഞു. വീണ്ടും ഞങ്ങൾക്കൊരു 45 മിനിറ്റ്സ് അമ്പലത്തിൻ്റെ അകത്ത് ക്യൂ നിന്ന് 100 റുപ്പീസിൻ്റെ പൈസ കൊടുത്തിട്ടാണ് ഞങ്ങൾ ദർശനത്തിന് കയറിയത്. പക്ഷേ വലിയ കുഴപ്പമില്ലാതെ തിരക്കൊന്നും ഇടിയില്ലെന്ന് സുഖമായിട്ട് ഞങ്ങൾക്ക് ദർശനത്തിന് സമയം കിട്ടി. വലിയ തിരക്കൊന്നും ഇല്ലാതെ ഞങ്ങൾക്ക് ദർശനം കിട്ടി. ലൈക്ക് 100 രൂപ കൊടുത്തിട്ടാണ് നമുക്ക് ഫ്രീ ദർശനമുണ്ട്, 100 റുപ്പി പാസ്സും ഉണ്ട്. ഞങ്ങൾ 100 റുപ്പി പാസ്സിന് കയറി അവിടെയും കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ടാണ് അവസാനം അവിടെ നടക്കിലെത്തിയത്. തൊഴുതു. അവിടുന്ന് പിന്നെ ഞങ്ങൾ വേഗം ഇറങ്ങി, കാരണം 8:30 വരെയാണ് റോപ്പ് തിരിച്ചുള്ളൂ. ഞങ്ങൾ അവിടെ തൊഴുമ്പോഴേ 8:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ ഒരു വിഞ്ച് സ്റ്റേഷൻ ഉണ്ട്, അതായത് നമ്മുടെ ട്രെയിൻ, ഒരു ടോയ് ട്രെയിൻ പോലുള്ള ഒരു സ്റ്റേഷനുണ്ട്. അവിടെ നിന്ന് നമുക്ക് വേണമെങ്കിൽ ഒരു കുറച്ച് നേരം ഒരു 30 റുപ്പീസിൻ്റെ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഇറങ്ങി താഴോട്ട് പോരാം. പക്ഷെ അത് ഞങ്ങൾ നോക്കുമ്പോൾ അതിനുമുണ്ട് ഒരു 1.5 hours വെയിറ്റിംഗ്. അപ്പോൾ പിന്നെയും ഓൾറെഡി ജാനിയൊക്കെ ടയർഡായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു എന്നാൽ വേഗം എല്ലാം വിശക്കുന്നു. ഞങ്ങൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ട് പിന്നെ ഒന്നും കഴിച്ചിട്ട് പോലുമില്ല. അവസാനം ഞങ്ങൾ ഡിസൈഡ് ചെയ്തു എന്തായാലും നമുക്ക് നടന്നിറങ്ങാം, നടക്കാൻ എളുപ്പമായിരിക്കും, മീൻസ് ഇറങ്ങി പോകാനല്ലേ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഇറങ്ങി. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഇറങ്ങാനാ പാട് കയറുന്നതിനേക്കാൾ. കാരണം നമുക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ ബോഡി വെയ്റ്റും കൂടെ വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ബുദ്ധിമുട്ടാവുക ചെയ്യുക. പക്ഷെ അർജുന് ഇറങ്ങാൻ എളുപ്പമാണ്, കയറാൻ തീരെ പറ്റില്ല, ഇത്രയും സ്റ്റീപ്പായിട്ടുള്ള സ്റ്റെപ്സ് ആയതുകൊണ്ടെന്ന്. എനിവേസ് ഞങ്ങൾ കുറച്ചധികം സമയം എടുത്ത് ഇരുന്ന് കുറച്ച് റെസ്റ്റൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ പയ്യെ താഴേക്ക് ഇറങ്ങി. ഒരു 45 മിനിറ്റ്സിൽ താഴെ എടുത്തിട്ടുണ്ടാവുള്ളൂ എന്ന് എനിക്കറിയില്ല, ഞാൻ ഓർക്കണില്ല. കുറച്ചധികം നേരം എടുത്തു. ഞങ്ങൾ കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ട് ഞങ്ങൾ താഴെ ഇറങ്ങി, സ്റ്റെപ്സ് ഇറങ്ങി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും നല്ല ടയേർഡായിട്ടുണ്ടായിരുന്നു. എനിക്കിന്നലെ രാത്രി അവളുടെ മുട്ട തലയിൽ ഒരഞ്ഞിട്ട് എന്തോ പോലെ. എനിക്ക് മുടി വെച്ച നോക്കട്ടെ. പഴയ അർജുൻ, പഴയ അർജുൻ. കട്ടപ്പ ആയാലും Good morning, Takusha. Good morning, Da. Good morning, Kish. Good morning, Acha. മൊട്ട ഇതിന് മൊട്ട ഷാമി. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഞങ്ങളപ്പം കുറച്ചധികം സമയം എടുത്തിട്ടാണ് താഴേക്ക് ഇറങ്ങിയത്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ റൂമിൽ വന്നു. എല്ലായിടത്തും ഓൾമോസ്റ്റ് ഡിന്നറിൻ്റെ ടൈമെല്ലാം കഴിഞ്ഞു, കാരണം 11 o'clock അടുത്തായി. പിന്നെ ഒരു ഹോട്ടലിൽ ആകെ ദോശ ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ വേഗം അവിടെ കയറി ദോശ കഴിച്ചു. അങ്ങനെയാണ് ഇന്നലത്തെ ദിവസം കഴിഞ്ഞത്. അപ്പോൾ ഇന്നിപ്പോൾ നെക്സ്റ്റ് ഡേ ആണ്. ഞങ്ങളെല്ലാവരും ഒന്ന് റെഡി ആവുന്ന സെറ്റപ്പിലാണ്. അച്ഛനും അമ്മയും അപ്പുറത്തെ റൂമിൽ റെഡി ആയിട്ടുണ്ട്. ജാനിനെ ഞാൻ കുളിപ്പിച്ചു. ഇനി ഞാൻ മാത്രം റെഡിയായാൽ മതി. ന്യൂ മോം തിങ്, ലൈക്ക് മറ്റേത് നമുക്ക് മാത്രം റെഡിയായാൽ മതിയായിരുന്നു. പക്ഷെ ഇപ്പോൾ നമുക്ക് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. യെസ്, അപ്പോൾ ഹാപ്പിലി ഡൂയിങ് ദാറ്റ്. എന്തായാലും അവളെ കുളിപ്പിച്ചിട്ട് ഞാൻ അച്ഛൻ്റെ അടുത്ത് കൊടുത്തിട്ടുണ്ട്. താഴത്ത് ഒരുപാട് കാവടിയൊക്കെ നടക്കുന്നുണ്ട്, അതുകൊണ്ട് പോകാനുള്ള നേരം എനിക്ക് കിട്ടിയിട്ടില്ല. അവളെയും കൊണ്ട് അച്ഛൻ പോവും. ഞാൻ വേഗം ഒന്ന് കുളിച്ച് റെഡി ആയിട്ട് കാണാം. അപ്പോൾ ഇന്നത്തെ ദിവസം എങ്ങനെയാണെന്ന് നോക്കാം. ജാനി അച്ചാച്ചൻ്റെ കൂടെ കാവടിയെല്ലാം കണ്ട് താഴത്തെ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഒരു പ്ലേറ്റ് ദോശയും വാങ്ങിയിട്ട് റൂമിൽ വന്ന് അവളുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. അത് കഴിച്ച ശേഷം ഞങ്ങൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നമ്മുടെ റൂമിൻ്റെ തൊട്ട് താഴെ തന്നെയുള്ള റെസ്റ്റോറൻറ്റിൽ പോയി.
ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും തൊട്ടടുത്തുള്ള കടകളിൽ കുറച്ച് ഷോപ്പിങ്ങിന് പോകാമെന്ന് കരുതിയിട്ട് ഞങ്ങൾ എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാൻ വേണ്ടി അടുത്തടുത്ത കടകൾ കയറി. അത്യാവശ്യം കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങിച്ചിട്ട് ഞങ്ങൾ റൂം ചെക്കൗട്ട് ചെയ്യാൻ വേണ്ടി വീണ്ടും റൂമിലേക്ക് വന്ന് ഒന്ന് ഫൈനൽ റൗണ്ട് പാക്കിംഗ് എല്ലാം കഴിഞ്ഞു. അർജുപ്പ പറഞ്ഞ പോലെ നല്ല സമയത്തോടു കൂടി നമ്മൾ പഴനിയിൽ വന്നു. പഴനി ഫുള്ള് കണ്ടു. അത്യാവശ്യം മാർക്കറ്റ് സൈഡെല്ലാം പോയി. പിന്നെ വാങ്ങിക്കാനുള്ളതൊക്കെ വാങ്ങിച്ചു. നന്നായിട്ട് തൊഴുതു. മോറോവർ ഇനിയിപ്പോൾ നമ്മൾ ചെക്കൗട്ട് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ സമയം 12 o'clock ആയി. രാത്രി ഇനിയിപ്പോൾ തിരിച്ചു പോകുമ്പോൾ നമ്മൾ വേറെ കുറേ പ്ലാൻസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ ക്യാൻസൽ ചെയ്തിട്ട് സ്ട്രെയിറ്റ് ടു വീട്ടിലേക്കാണ്. ഇനി വീട്ടിൽ ചെന്നിട്ട് റെസ്റ്റ് എടുക്കാനുള്ള സമയമെല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ ഇവിടുന്ന് ഇറങ്ങുന്ന പയ്യെ. ഇനി 12 മണിയാകുമ്പോൾ ചെക്കൗട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അവിടെ അമ്മ അച്ഛനും എല്ലാം പാക്ക് ചെയ്യണം. ഞങ്ങളെല്ലാം പാക്ക് ചെയ്തു. ഇനി പയ്യെ ഇറങ്ങാം. വീട്ടിൽ ചെന്നിട്ട് സലൂണിലെല്ലാം പോയിട്ട് മുടിയെല്ലാം കട്ട് ചെയ്യണം. കാരണം ഇവിടെ പഴനിയിൽ ഞാൻ മുടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് പറയാൻ വിട്ടുപോയെന്നറിയില്ല. ജാനി കരയണ കണ്ടപ്പോൾ ജാനിയുടെ അച്ഛൻ ഇമോഷണലായി. അച്ഛൻ മുട്ടയടിച്ചു. അതിനു മുന്നേ ഞാൻ മുട്ടയടിച്ചില്ല. ഞാനും അമ്മയും അവരിങ്ങനെ തുമ്പ് വെട്ടിത്തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഓഫറിങ് പോലെ, ഒരു വഴിപാട് പോലെ, നേർന്നതൊന്നുമല്ല, ആ സമയം തോന്നി ചെയ്തു. ചെറുതായിട്ടൊന്ന് അവർ മുടി വെട്ടി എൻ്റെ. അപ്പോൾ ഇത് ഇത്രയും കുറച്ചുകൂടെ ഉണ്ടായിരുന്നു. പക്ഷെ അവർ ഇത്രയും വെട്ടി തന്നു. പക്ഷെ ഇപ്പോൾ വെട്ടിയേക്കുന്നത് ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നത്. പിന്നെ അത് വീട്ടിൽ പോയിട്ട് ഏതെങ്കിലും സലൂണിൽ പോയി സമയം കിട്ടുമ്പോൾ ഒന്ന് നല്ലൊരു ഹെയർ കട്ടൊക്കെ എടുത്തൊന്ന് സെറ്റാക്കണം. അപ്പോൾ പഴനീനോട് ബൈ ബൈ. വാടി തളർന്ന് നടക്കണ എൻ്റെ കെട്ടിയവൻ. പോണ്ടേ? ക്ഷീണായി? എന്നാ വാ. ഇനി ഉറങ്ങാൻ നിന്ന് നമുക്ക് സമയമില്ല. പോണ്ടേ? ജാനി വീട്ടിൽ പോവാ? വീട്ടിൽ പോവാ? ആ പോവാ. നിൽക്ക, അമ്മ വരട്ടെ. ചെക്കൗട്ട്. അമ്പലത്തിൽ തൊഴുതോ? മുരുകനെ കണ്ടോ? ഇനി വരുമോ? ടാറ്റ പറയൂ. അങ്ങനെ ഞങ്ങൾ റൂം ചെക്കൗട്ട് ചെയ്തിട്ട് ഹോട്ടൽ ശുഭത്തിനോട് ബൈ ബൈ പറഞ്ഞിട്ട് ഇറങ്ങാണ്. അമ്പരചുംബികളായ കെട്ടിടങ്ങൾ. ഞാനിപ്പോൾ പോകുന്നത് എന്റെ ഡ്രൈവർ സ്പൾബറോടൊപ്പം. അങ്ങനെ പൊള്ളാച്ചി എത്തിയപ്പോൾ ഇനിയിപ്പോൾ നല്ല ഫ്രഷ് ആയിട്ട് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ കാണുകയാണെങ്കിൽ നിർത്താമെന്ന് കരുതി പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല. ഞങ്ങൾ വഴിയിൽ ഇതുപോലെ ചെറിയ ചെറിയ കടകൾ കണ്ട് കുറച്ച് പനന്നങ്ക്, പിന്നെ അത്യാവശ്യം പച്ചക്കറികൾ, നല്ല നല്ല വെളുത്തുള്ളി, ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ കാണാത്ത എന്തൊക്കെയോ സാധനങ്ങളും അവിടെ ഉണ്ടായിരുന്നു. അതെല്ലാം വാങ്ങി. എല്ലാം ഒന്നും വാങ്ങിയില്ല, പക്ഷെ 1-2 സാധനമൊക്കെ വാങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ കണ്ടിന്യൂ ചെയ്യുകയാണ് ഞങ്ങളുടെ യാത്ര. വരുന്ന വഴിയിൽ കുറേ അധികം മാർക്കറ്റ്, 1-2 സ്ഥലത്തും കൂടി ഇതുപോലെ ചെറിയ ചെറിയ മാർക്കറ്റ് പോലത്തെ കടകൾ കണ്ടപ്പോൾ ഞങ്ങൾ അവിടെ നിർത്തി കുറച്ച് പച്ചക്കറികൾ വാങ്ങി. അച്ഛനോട് ചോദിച്ചപ്പോൾ റേറ്റിലൊന്നും അധികം വ്യത്യാസമൊന്നുമില്ല, പക്ഷെ സാധനം നല്ല ഫ്രഷാന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ വാങ്ങിയത്. ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റപ്പോഴത്തേക്കും ജാനിക്ക് വീണ്ടും വിശന്ന് തുടങ്ങി. അപ്പം ഞാൻ വേഗം തന്നെ അവൾക്ക് കുറുക്ക് കൊടുത്തു. പാലക്കാട് എത്തുന്നതിന് മുന്നേ ഹോട്ടൽ മേന്മ കണ്ടപ്പോൾ ഞങ്ങൾ അവിടെ നിർത്തി. ഇവിടെ ഞാൻ റിവ്യൂ എല്ലാം നോക്കിയപ്പോൾ സീ ഫുഡാണ് ഇവിടെ കൂടുതൽ സ്പെഷ്യാലിറ്റി എന്നെല്ലാം പറഞ്ഞിട്ടാണ് ഞങ്ങളിവിടെ കയറിയത്. പക്ഷേ ഇപ്പോൾ എല്ലായിടത്തും ഉള്ള ഗ്യാസിൻ്റെ പ്രശ്നം കാരണം ഇവിടെ ആകെ ബിരിയാണിയും വേറെ 1-2 ഐറ്റം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പിന്നെ ബിരിയാണി കിട്ടിക്കഴിഞ്ഞാൽ കോഴിക്കോട്ടുകാർക്ക് പിന്നെ വേറൊന്നും വേണ്ടല്ലോ. അങ്ങനെ ബിരിയാണി വാങ്ങി. മലപ്പുറം കയറി കഴിഞ്ഞപ്പോൾ ജസ്റ്റ് ഒന്ന് ഹൈവേയുടെ സൈഡിൽ നിർത്തി ഒന്ന് ഡ്രൈവർ എക്സ്ചേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അർജുൻ നേരെ ബാക്കിൽ, ഞാനും അച്ഛനും ഫ്രണ്ടിലും വന്ന് അച്ഛൻ ഡ്രൈവറായി. അതിൻ്റെ ഇടയ്ക്ക് ജാനിക്കൊന്ന് പാല് കൊടുത്ത് അവളെയും ഹാപ്പിയാക്കി. ഒരുപാട് വട്ടം നീട്ടി പോയപ്പോൾ എന്തായാലും ഇനി പഴനി യാത്ര നടക്കില്ല എന്നാണ് ഞങ്ങൾ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ വിചാരിക്കാതെ തന്നെ പെട്ടെന്ന് വീണ്ടും എല്ലാ പ്ലാനും റെഡിയായി. അച്ഛനും അമ്മയ്ക്കും ഞങ്ങളുടെ കൂടെ വരാൻ പറ്റി. അങ്ങനെ നല്ലൊരു പഴനി യാത്ര കഴിഞ്ഞിട്ട് ഞങ്ങളിതാ കോഴിക്കോട് എത്താറായി. ജാനി എപ്പോഴത്തേക്കും പുറത്ത് സൂര്യനെ കണ്ടിട്ട് അച്ചാമ്മയുടെയും അച്ഛയുടെയും കൂടെ ഭയങ്കര കളിയാണ്.
അങ്ങനെ കോഴിക്കോട് എത്തിക്കഴിഞ്ഞപ്പോൾ അർജുനോട് ഞാൻ പറഞ്ഞു എന്തായാലും നോമ്പ് തുറക്കുന്ന സമയമാണ്, ഒരുപാട് ഹോട്ടൽസിൽ ഇവിടെ നോമ്പുതുറയുടെ സ്പെഷ്യൽ വിഭവങ്ങളൊക്കെ ഉണ്ടാവും, നമുക്ക് അതൊന്ന് ട്രൈ ചെയ്തിട്ട് വീട്ടിലേക്ക് പോകാമെന്നുള്ള പ്ലാനായി. അതാകുമ്പോൾ ഇനി വീട്ടിൽ ചെന്ന് വേറെ ഡിന്നറൊന്നും കഴിക്കണ്ടല്ലോ. അങ്ങനെ ഞങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള സീഷെല്ലിലേക്കാണ് ഞങ്ങളിപ്പോൾ പോകുന്നത്. അവിടെ ഞങ്ങൾ ചെന്ന ടൈം എന്ന് പറഞ്ഞാൽ കൃത്യം പീക്ക് ടൈമായിരുന്നു. നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് നല്ല തിരക്കുള്ള സമയമായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് ഒരുപാട് വിഭവങ്ങൾ അതുകൊണ്ട് തന്നെ ട്രൈ ചെയ്യാനും പറ്റി, അത്യാവശ്യം തിരക്കുണ്ടായിരുന്നെങ്കിലും. ജാനിക്ക് അവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് പാൽക്കപ്പയാണ്, എരിവൊന്നുമില്ലല്ലോ, അപ്പോൾ അവൾ അത് നല്ലപോലെ കഴിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പഴനി യാത്രയുടെ അവസാനം നല്ല രീതിയിലുള്ളൊരു നോമ്പുതുറ വിഭവങ്ങളൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പയ്യെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങാൻ നിൽക്കുകയാണ്. ഞങ്ങൾ ഇറങ്ങുന്ന നേരമായപ്പോഴത്തേക്കും അവിടെ ഓൾമോസ്റ്റ് എല്ലാ വിഭവങ്ങളും ഏകദേശം തീരാനുള്ള സമയമായി. കാരണം ആൾക്കാരൊക്കെ ആ ടൈമിൽ നല്ല റഷായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞു ഇപ്പോൾ ഓൾമോസ്റ്റ് അവിടെ എല്ലാം തീർന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർ റീഫിൽ ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളങ്ങനെ ഒരു ലോങ് റോഡ് ട്രിപ്പ് കഴിഞ്ഞിട്ട് വീട്ടിലെത്തി. ടയറിങ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ ടയറിങ് അല്ല, കാരണം നമ്മൾ വേറെ അധികം പ്ലാൻസ് ഒന്നും ഇട്ടിട്ടില്ല. ജസ്റ്റ് പഴനി ആൻഡ് തിരിച്ചു വരിക ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എല്ലാം കഴിഞ്ഞു. പിന്നെ ഇപ്പോൾ അടുത്ത വീഡിയോസൊക്കെ ആയിട്ട് ഞങ്ങൾ ഉടനെ തിരിച്ചു വരാം. അതുവരെ എല്ലാവരും ഈ വീഡിയോ കണ്ടതിനും സപ്പോർട്ട് ചെയ്യുന്നതിനും ഒരുപാട് താങ്ക്സ്. പിന്നെ ഒരു കാര്യം കൂടെ, നിങ്ങൾ വീഡിയോ കാണുമ്പോൾ അടിയിലൊരു ഹൈപ്പ് ബട്ടൺ ഓപ്ഷൻ ഉണ്ടാവും, അതൊന്ന് എല്ലാവരും ക്ലിക്ക് ചെയ്യണേ. കൂടുതൽ ആൾക്കാരിലേക്ക് ഈ വീഡിയോ റീച്ച് ചെയ്യാനായിട്ട് അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പം മറക്കാതെ ഹൈപ്പ് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ബൈ.